ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നൂതില ചപ്പൽ ഫാക്ടറി രണ്ടാം ദിവസം ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. സത്യം പറയാലോ, ഇതുവരെയുള്ള സീസണുകളിൽ വച്ച് ഇത്രയും ടാസ്കുകൾ കുളമാക്കുന്ന ഒരു സീസൺ ഇതാണ്. കാരണം ഇവർക്ക് എങ്ങനെയാണ് ടാസ്ക് കളിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പതിവ് പോലെ തന്നെ ഈ ടാസ്കും കയ്യാങ്കളിയിലോട്ട് പോയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് അക്ബറും അതുപോലെ തന്നെ ഷാനവാസ്, പിന്നെ അഭിലാഷ്, പിന്നെ അതുപോലെ തന്നെ മസ്താനി, ഇവരൊക്കെ ചേർന്നിട്ടുള്ള ടീമാണ് വീണ്ടും കയ്യാങ്കളിയിലേക്ക് ഈ ഒരു ടാസ്കിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ ടാസ്ക് വളരെ തന്ത്രപരമായും ബുദ്ധിപരമായും കളിക്കേണ്ട ഒരു ടാസ്ക്കാണ്. ഇതുപോലെ എത്ര ടാസ്ക് ബിഗ് ബോസ് കൊടുത്താലും ഇവരിത് കൊണ്ടുവന്ന് കുളമാക്കുകയാണ്. സത്യം പറയാലോ, ഇവർക്ക് ഒരു ടാസ്ക് നേരെ കളിക്കാൻ ഇതുവരെ അവർക്ക് അറിയത്തില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇന്ന് തന്നെ നൂറയാണ് ചപ്പൽ ഫാക്ടറിയുടെ ഓണർ. അവരാദ്യം തന്നെ അവിടെ നിന്ന് സമരമൊക്കെ വിളിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ ഫണ്ണായിരുന്നു. അതിന് ശേഷമാണ് ആ ടാസ്ക് ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക. അതും മൂർച്ചയുള്ള ഒരുപാട് ആയുധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ആരുടെയെങ്കിലൊക്കെ കയ്യിലൊക്കെ കയറി കൊണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ടീമാണ് ഇപ്പം ബിഗ് ബോസ് വീട്ടിലുള്ളത്. നല്ലൊരു ടാസ്കുകളൊക്കെ ഇവർ വെറുതെ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറിന് എത്ര കിട്ടിയാലും പഠിക്കില്ല. അക്ബറിന് ലാലേട്ടനെ ഇനി എടുത്ത് ഉടുത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. എന്നിട്ടും അക്ബർ ഒരിക്കലും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പം ഈ ടാസ്ക് കൊണ്ടുപോകുന്നത്. ഇതിനി എങ്ങനെ ചെന്നെത്തും എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. ഇതിൽ ഇത്തിരിയെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നത് ആ സർക്കസ് എന്ന് പറയുന്ന ആ ടാസ്ക് തന്നെയാണ്. ഇതിന് ശേഷമുള്ള സർക്കസ്, അത് മാത്രമാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്കിൽ ഇത്തിരിയെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഇവർ തന്നെ കുളമാക്കുകയാണ്.